ദേവസ്വം ബോർഡിനല്ല ഭഗവാന്റെ പേരിലാണ് ഭക്തർ പണം നൽകുന്നതെന്ന് ഹൈക്കോടതി. ഭഗവാനോടെങ്കിലും കടപ്പാട് കാണിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് കോടതി ഓർമ്മിപ്പിച്ചു. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലടക്കമുള്ള സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച വിഷയം പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണമുണ്ടായത്. ഭക്തർ പണം നൽകുന്നത് ദേവസ്വം ബോർഡിനല്ല, മറിച്ച് ഭഗവാന് വേണ്ടിയാണ്. ആ ഭഗവാനോടെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കടപ്പാട് കാട്ടണമെന്നായിരുന്നു ദേവസ്വം ഉദ്യോഗസ്ഥന് നേരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി പരാമർശം. നിലയ്ക്കലിലെ പെട്രോൾ പമ്പിൽ 2024 40 ലക്ഷത്തിന്റെ ക്രമക്കേട് നടന്നതിലും ഹൈക്കോടതി പരാമർശമുണ്ടായി. നഷ്ടപ്പെട്ട പണം അയ്യപ്പന്റേതാണ്. കൃത്യമായി പരിപാലിക്കേണ്ട കടമ ദേവസ്വം ബോർഡിനുണ്ടെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. കൂടാതെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടണം. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ, സ്ഥാപനങ്ങൾ, പെട്രോൾ പമ്പുകൾ എന്നിവിടങ്ങളിലെ വിവരങ്ങളും ഓഡിറ്റിന്റെ പരിധിയിൽ വരണം. പ്രസാദം, വരവ് ചെലവ് മാത്രം ഓഡിറ്റ് ചെയ്താൽ പോരെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ 40 ലക്ഷത്തിന്റെ കുറവുണ്ടായി. വൗച്ചറുകളൊന്നും ഇല്ലായിരുന്നുവെന്നും കൃത്യമായി ദേവസ്വം ബോർഡിന് മാർഗനിർദ്ദേശം നൽകേണ്ടതുണ്ടെന്നും സൈബർ വിദഗ്ധനായ കൺസൾട്ടന്റിനോട് കോടതി വ്യക്തമാക്കി. നിലവിലെ സോഫ്റ്റ്വെയർ സംവിധാനം അപര്യാപ്തമാണെന്നും കോടതി വിമർശിച്ചു. ഏറ്റവും പുതിയ സംവിധാനത്തോടെ വേഗത്തിൽ ഓഡിറ്റ് നടപടികൾ പൂർത്തിയാക്കണം. ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. 1 മാസത്തിനകം ടെക്നിക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. കൃത്യമായ രേഖകളില്ലാത്തതിനാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ഓഡിറ്റ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഉദ്യോഗസ്ഥ നേരിട്ടെത്തി ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. സാമ്പത്തിക വർഷം തീരുന്നതിനു മുമ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കാനും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. ജനം, കൊച്ചി.